കാണാമല്ലോ അല്ലേ? ഓഡിബിൾ അല്ലേ? സ്ക്രീൻ കാണാമല്ലോ. അതെ, നമ്മൾ എവിടായിരുന്നു നിർത്തിയെന്ന് പറയുമോ? എവിടായിരുന്നു നിർത്തിയെന്ന് പറയാവോ? ഓക്കെ, ഇവിടെ അല്ലായിരുന്നോ നിർത്തിയത്? ആയിരുന്നോ? 40ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നോ നിർത്തിയത്? ഓർക്കുന്നുണ്ടോ? 40 ആയിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 40 ആയിരുന്നോ നിർത്തിയത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ചെയ്തോ. 41 ചെയ്തേ. റൂട്ട് ഓഫ് ദ ടൂത്ത്. വിച്ച് സബ്സ്റ്റൻസ് കവർ ദ റൂട്ട് ഓഫ് ദ ടൂത്ത്? ടീത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. ഏതാണ് റൂട്ട് വരുന്നത്? ഏതാ? ഏതാ വരുന്നത്? സിമെന്റമാണല്ലേ വരുന്നത്. സിമെന്റമാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു റൂട്ട് വരുന്നത്. ദെൻ ഇന്നർ വോൾ. സ്മോൾ ഇൻഡസ്ട്രീന്റെ ഇന്നർ വോളിലായിട്ട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതിനെ പറയുന്ന പേരെന്നാണ്? സ്മോൾ ഇൻഡസ്ട്രീന്റെ ഇതിലായിട്ട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഇന്നലെ ഞാൻ ഡൈജസ്റ്റീവ് സിസ്റ്റം പറഞ്ഞപ്പോൾ പറഞ്ഞത് അതിനെ പറയുന്നത് എന്നാ? വില്ലി എന്നാണ് പറയുന്നത് അല്ലേ? ഓപ്ഷൻ കാണിക്കാം. ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത്, ലാർജസ്റ്റ് മസിൽ ഏതാ വരുന്നത്? ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് മസിൽ ഏതാ വരുന്നത്? ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് മസിൽ ഏതാ വരുന്നത്? ഏതായിരിക്കാം? കേട്ടിട്ടുണ്ടോ? ഏതാ വരുന്നത്? ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് മസിൽ ഏതാ വരുന്നത്? ഗ്ലൂട്ടസ് മാക്സിമസ് ആണ് വരുന്നത് കേട്ടോ. ഗ്ലൂട്ടസ് മാക്സിമസ് ആണ് വരുന്നത്. എത്ര മസിലുണ്ട് ഹ്യൂമൻ ബോഡിയിൽ? അറിയുവോ? മസിൽസിനെ പറ്റിയുള്ള സ്റ്റഡി ഏതാ വരുന്നത്? മസിൽസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് മയോളജി എന്ന് പറയും. എത്ര മസിൽസ് ഉണ്ട്? ടോട്ടൽ എത്ര മസിൽസ് ആ വരുന്നത്? 639 മസിൽസ് ആയിരിക്കും വരുന്നത്. ഇനി മസിൽസ് ഇല്ലാത്ത ഒരേ ഒരു ഓർഗൻ എന്ന് പറയുന്ന ലങ്സ് ആണ് വരുന്നത്. ലാർജസ്റ്റ് മസിൽ വരുന്നത് ഏതാ? ഗ്ലൂട്ടസ് മാക്സിമസ് വരും. അതുപോലെ തന്നെ സ്മോളസ്റ്റ് മസിൽ ഏതായിരിക്കും? സ്റ്റെപ്പീഡിയസ് ആണ് വരുന്നത്. സ്റ്റെപ്പീഡിയസ് ആണ് വരുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ മോസ്റ്റ് വർക്കിംഗ് മസിൽ എന്ന് പറയുന്ന ഏതായിരിക്കും എന്ന് പറയാവോ? മോസ്റ്റ് വർക്കിംഗ് മസിൽ എന്ന് പറയുന്ന ഏതായിരിക്കും എന്ന് പറയാവോ? മോസ്റ്റ് വർക്കിംഗ് മസിൽ എന്ന് പറയുന്ന ഏതാന്ന് പറയാവോ? കാർഡിയാക് ഉണ്ട്. അത് ഏതായിരിക്കും? ഐലിഡ്സ്. ഐലിഡ്സിന്റെ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് വരുന്ന ഏതാ? ഐലിഡ്സിനല്ലേ? അപ്പം ഐലിഡ്സിന്റെ ആണ് വരുന്നത്. മെയിൻ ആയിട്ടും 5 ടൈപ്സ് മസിൽസ് വരുന്നുണ്ട്. കാർഡിയാക് ഉണ്ട്, സ്കെൽട്ടൽ ഉണ്ട്, സ്ട്രൈപ്ഡും അൺസ്ട്രൈപ്ഡും വരും. കാർഡിയാക് എന്ന് പറയുന്നത് ഹാർട്ടിലായിരിക്കും വരുന്നത്. 3 ടൈപ്സ് മെയിൻ ആയിട്ടും വരുന്നത്. കാർഡിയാക് ഹാർട്ടിലായിരിക്കും വരുന്നത്. സ്ട്രൈപ്ഡ് എന്ന് വെച്ചാൽ വോളണ്ടറി ആയിട്ട് വരുന്നതായിരിക്കും. ദെൻ അൺസ്ട്രൈപ്ഡ് ഉണ്ട്. സ്മൂത്ത് മസിൽസ് അൺസ്ട്രൈപ്ഡ് ആയിരിക്കും. ഇൻവോളണ്ടറി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ബ്രെയിനിന്റെ വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ മെയിൻറ്റെയിൻസ് ദ പോസ്റ്റർ ആൻഡ് ബാലൻസ്? ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതാ? ആൽക്കഹോൾ ഈ പാർട്ടിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ബാലൻസ് പോകുന്നത്? ആൽക്കഹോൾ കഴിച്ച ഏതാണെന്നറിയാവോ? സെറിബെല്ലം. സെറിബെല്ലമാണ് വരുന്നത് കേട്ടോ. സെറിബെല്ലമാണ് വരുന്നത്. ബ്രെയിനെ പറ്റിയുള്ള സ്റ്റഡി ഏതാ വരുന്നത്? ബ്രെയിനിനെ പറ്റിയുള്ള സ്റ്റഡി ഏതാ വരുന്നത്? നെർവസ് സിസ്റ്റം. ബ്രെയിനെ പറ്റിയുള്ള സ്റ്റഡി പറഞ്ഞേ. ഫ്രിനോളജി എന്ന് പറയും കേട്ടോ. ഫ്രിനോളജി. ന്യൂറോളജി ഏതാ വരുന്നത്? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ബ്രെയിനും സ്പൈനൽ കോഡും കൂടെ വരുന്നതാണ്. അതിനകത്ത് ബ്രെയിനിനെ പറ്റിയുള്ളത് ഏതാ? ഫ്രിനോളജി എന്ന് നമ്മൾ പറയാറുണ്ട്. ഫ്രിനോളജി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയോ? ഓക്കെ, ഇനി ഒരു ഹ്യൂമൻ ബ്രെയിൻ എടുത്ത് നോക്കുവാണെങ്കിൽ 1350 തൊട്ട് 1400 ഗ്രാം വരെയാണ് ഹ്യൂമൻ വെയിറ്റ് വരുന്നത് കേട്ടോ. കള്ള് വരുന്നത് എവിടെ ആയിരിക്കും? ക്രേനിയം ഉണ്ട്. ക്രേനിയം കേട്ടിട്ടുണ്ടോ? നമുക്ക് നെർവസ് സിസ്റ്റത്തെ എടുത്ത് നോക്കുവാണെങ്കിൽ
സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും തിരിക്കാം. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ തന്നെയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും വരും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഏതൊക്കെ വരും? മോട്ടോർ നെർവും സെൻസറി നെർവും വരും. മോട്ടോർ നെർവിനെ പിന്നെ രണ്ടായിട്ട് തിരിക്കും. ഓട്ടോണമിക് നെർവും ഉണ്ട്, സൊമാറ്റിക് നെർവും വരും. ഓക്കെ, ഇനി സ്കള്ളിന്റെ ഒരു പാർട്ടിലായിട്ടായിരിക്കും, സ്കള്ളിന്റെ ഒരു പാർട്ട് ബ്രെയിനിനെ എൻക്ലോസ് ചെയ്തിരിപ്പുണ്ട്. അതിനെയാണ് നമ്മൾ ക്രേനിയം എന്ന് പറയുന്നത്. ഇനി അതിനെ കവർ ചെയ്തിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ വരുന്നുണ്ട്. അതിനെ നമുക്ക് എന്നാണ് മെനിഞ്ചസ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ 2 പ്രൊട്ടക്റ്റീവ് ലെയർ വരുന്നുണ്ട്. ഒന്ന് ക്രേനിയം, രണ്ടാമത്തേത് മെനിഞ്ചസും വരും. ഈ മെനിഞ്ചസിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റീസ് എന്ന് പറയുന്നത്. മെനിഞ്ചസിനകത്തൊരു ഫ്ലൂയിഡ് വരും, അതാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ടും സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, മെഡുല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ്, ഈ 4 ആയിരിക്കും വരുന്നത്. സെറിബ്രം ബ്രെയിനിന്റെ ലാർജസ്റ്റ് പാർട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ ഹെമിസ്ഫിയർ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും ഉണ്ട്. റൈറ്റ് ആണെങ്കിൽ ബോഡിയുടെ ലെഫ്റ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യും, ലെഫ്റ്റ് ആണെങ്കിൽ ബോഡിയുടെ റൈറ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ വിസ്ഡം, വിൽ പവർ, ഇമാജിനേഷൻ, നോളജ്, തിങ്കിങ്, മെമ്മറി, വോളണ്ടറി ആക്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന സെറിബ്രമാണ്. ദെൻ നമ്മുടെ സെറിബ്രത്തിന്റെ ഒരു പാർട്ടുണ്ട് സ്പീച്ചിന് സഹായിക്കുന്നത്. അതിനെയാണ് സെൻസറി സ്പീച്ച് ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ സംസാരിക്കാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, ദെൻ ലാംഗ്വേജ്, സെറിബ്രത്തിന്റെ ഒരു പാർട്ടുണ്ട്. അതാണ് നമ്മളെ ഈ ഓരോ ലാംഗ്വേജസ് ഉണ്ടല്ലോ, ആ ലാംഗ്വേജസ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന അതിനെയാണ് വെർണിക്കോസ് ഏരിയ എന്ന് പറയുന്നത്. വെർണിക്കോസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നോക്കുവാണെങ്കിൽ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നും പറയാറുണ്ട്. നമ്മുടെ മസ്കുലർ മൂവ്മെന്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന സെറിബെല്ലമാണ് വരുന്നത്. ഓക്കെ, ആൽക്കഹോൾ എഫക്ട് ചെയ്യുന്ന സെറിബെല്ലത്തെ ആയിരിക്കും. ദെൻ ബോഡിയുടെ ബാലൻസ്, ഇക്വിലിബ്രിയം എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഏതായിരിക്കും? സെറിബെല്ലം ആയിരിക്കും വരുന്നത്. ദെൻ തലാമസിനെ നമ്മൾ പറയുന്നത് റിലേ സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. റിലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ റിലേ സ്റ്റേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ബ്രെയിൻ എന്നാണ് തലാമസിനെ പറയുന്നത്. അതായത് നടുവിൽ നിന്നൊരു സാധനം, റിലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നടുക്ക് നിന്ന് മേടിച്ചിട്ട് അത് പിന്നെ തന്നെ ആയിരിക്കും കുറച്ചുകൂടെ ശക്തികളെ വേറിടത്തോട്ട് അയച്ചു കൊടുക്കുമായിരിക്കും ചെയ്യുന്നത്. ശരിക്കും സെറിബ്രം ടു സെറിബെല്ലം ഉള്ള ഇമ്പൾസസിന്റെ ട്രാൻസ്മിഷന് സഹായിക്കുന്നത് ഏതായിരിക്കും? തലാമസ് ആണ്. അതുകൊണ്ടാണ് റിലേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. പെയിൻ കില്ലേഴ്സ് എല്ലാം എഫക്ട് ചെയ്യുന്നത് എവിടാണ്? തലാമസിലാണ് എഫക്ട് ചെയ്യുന്നത്. ഇനി മെഡുല ഒബ്ലാങ്കേറ്റ ഇൻവോളണ്ടറി ആക്ഷൻസ്, ഹാർട്ട് ബീറ്റ്, റെസ്പിറേഷൻ, വോമിറ്റിംഗ്, സ്നീസിങ്, കഫിങ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന മെഡുല ഒബ്ലാങ്കേറ്റ ആയിരിക്കും. സ്പൈനൽ കോഡിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതായത് സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ മെഡുല ഒബ്ലാങ്കേറ്റയുടെ എക്സ്റ്റൻഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇനി എന്നാണ്? ബ്രെയിനിനെ സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ വഴിയാണ്. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തെർമോ റെഗുലേറ്റിംഗ് സെന്റർ എന്ന് പറയും. സ്വെറ്റിങ്ങിന് ഇതായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഹങ്കർ, തേസ്റ്റ്, ദാഹം, പിന്നെ സ്ലീപ്പ്, ലവ്, ഹെയ്റ്റ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഏതാണ്? ഹൈപ്പോതലാമസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്പൈനൽ കോഡ്. കോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ ആയിരിക്കും. മെഡുല ഒബ്ലാങ്കേറ്റ കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത്. നമ്മുടെ സ്പൈൻസ് വഴി നട്ടലിന്റെ അകത്തൂടെ ഇത് പാസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും കേട്ടോ. ഏകദേശം ഒരു പ്രായപൂർത്തിയായ മനുഷ്യന് 45 സെന്റിമീറ്റർ ആയിരിക്കും ലെങ്ത് വരുന്നത്. നമ്മുടെ റിഫ്ലക്സ് ആക്ഷൻസ് ഉണ്ടല്ലോ, അതിനെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും സ്പൈനൽ കോഡായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ന്യൂറൽ ഡിസീസസ് എടുത്ത് നോക്കുവാണെങ്കിൽ അൽഷിമേഴ്സ് ഉണ്ട്. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാ? മെമ്മറി ലോസ് വരുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുന്നത്? മെമ്മറിയെ ഡിസ്ട്രോയ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. മെമ്മറിയെ ഡിസ്ട്രോയ് ചെയ്യും. മെമ്മറിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നിട്ടുള്ള ബാക്കി ഫങ്ഷൻസ് എല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്യും. AB വാജ്പേയി അറിയായിരിക്കുമല്ലോ, അദ്ദേഹത്തിന് അൽഷിമേഴ്സ് ഉണ്ടായിരുന്നു. മെനിഞ്ചസിനെ എഫക്ട് ചെയ്യുന്ന മെനിഞ്ചൈറ്റീസ് ഉണ്ട്. എപ്പിലെപ്സി ഉണ്ട്. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ എന്നാ? അപസ്മാരം എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഇവിടെ എന്നാ ശരിക്കും വരുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മൂവിയിലൊക്കെ ആയാലും അപസ്മാരം വരുന്ന കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അവിടെ ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയെ ഡിസ്റ്റർബ് ചെയ്യുക ചെയ്യുന്നത്. നെർവസ് സെല്ലിൽ ഒരു ഡിസോർഡർ വരും, അത് ബ്രെയിനിന്റെ ആക്ടിവിറ്റിയെ ഡിസ്റ്റർബ് ചെയ്യുക. ആ സമയത്താണ് നമുക്ക് സീഷേഴ്സ് വരുന്നത്.
ഓക്കെ, ദെൻ പാർക്കിൻസൺ എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യുന്നത്? സ്റ്റീഫൻ ഹോക്കിൻസിന് ഉണ്ടായിരുന്നത് പാർക്കിൻസൺ ആണ്. ഷേക്കിംഗ് പ്ലാസി എന്നും പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ കൈയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ തന്നെത്താനെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന കാണാം. ബ്രെയിനിന് ഡോപ്പമിൻ ലെവൽ കുറയുമായിരിക്കും. നെർവസ് സെല്ലിന് ഡാമേജ് ഉണ്ടാകും. അങ്ങനെ ഡോപ്പമിൻ ലെവൽ കുറയുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇനി ബ്രെയിനിന്റെ ഫങ്ഷൻസിനെ അറിയാനായിട്ട് നമ്മൾ എടുക്കുന്ന ഏതാ? ഇലക്ട്രോഎൻസെഫാലോഗ്രാം ആണ് കേട്ടോ. ഇലക്ട്രോഎൻസെഫാലോഗ്രാം ആണ് എടുക്കുന്നത്. then അതുപോലെ CT സ്കാൻ ഉണ്ട്. CT സ്കാൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫിക് സ്കാന്. then പോസിട്രോൺ PET സ്കാൻ ഉണ്ട്, അതായത് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി സ്കാന്. ഇതായിരിക്കും വരുന്നത്. then പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലോട്ട് വരുവാണെങ്കിൽ 12 പേർ കേർണിയൽ നെർവ്സും 31 പേർ സ്പൈനൽ നെർവ്സും വരും. ഇതിനകത്ത് മോട്ടോർ നെർവ് എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യുന്നത്? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഉള്ള ഇൻഫോർമേഷനെ മസിൽസിലോട്ടും ഗ്ലാൻസിലോട്ടും അയക്കുമായിരിക്കും ചെയ്യുന്നത്. സെൻസറി നെർവ് ആണെങ്കിൽ സെൻസറി ഓർഗനിൽ നിന്ന് ഉള്ളത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് കൊടുക്കുമായിരിക്കും ചെയ്യുന്നത് ഇൻഫർമേഷൻസിനെ. ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. മോട്ടോർ നെർവ് 2 ടൈപ്പ്, ഓട്ടോണോമിക്കും ഉണ്ട്, സൊമാറ്റിക്കും ഉണ്ട്. ഓട്ടോണോമിക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിരിക്കും, ഇൻവോളണ്ടറി ആയിട്ട് തന്നെ ചെയ്യുന്നത്, ഹാർട്ട് ബീറ്റ്, ഡൈജഷൻ എല്ലാം വരുന്നതാണ്. സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ വോളണ്ടറി ആക്ഷൻസ്, നമ്മുടെ സ്കൾട്ടൽ മസിൽസ് വഴിയുള്ള ബോഡി മൂവ്മെന്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നതാണ് സൊമാറ്റിക്കിന്റെ അണ്ടറിൽ. ഓക്കെ, ജസ്റ്റ് കണ്ട കാര്യം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ബ്രെയിനിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് അതിന് വരുന്നത്. ചെയ്തേ. വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ മെയിൻറ്റെയിൻസ്, അത് നമ്മൾ ചെയ്തായിരുന്നല്ലേ. അടുത്ത്, വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് മെലാറ്റോണിൻ വിച്ച് ഈസ് നോൺ ആസ് ടൈം മെസ്സഞ്ചർ. മെലാറ്റോണിൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരാണ്? ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ആണ്. നാച്ചുറലി ആരായിരിക്കും? നമ്മുടെ സ്ലീപ്പ് വോക്ക് സൈക്കിൾ ഉണ്ടല്ലോ, അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ളത് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പീനൽ ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഡെൻഡ്രൈറ്റും ആക്സോണും എന്തിന്റെ ഭാഗമാ? ഏതാ? നമ്മുടെ ഒരു ന്യൂറോൺ ഉണ്ടല്ലേ, ഒരു ന്യൂറോണിന്റെ ഭാഗമാണ് വരുന്നത്. ഇനി എപ്പിനെഫ്രൈന്റെ ഫങ്ഷൻ എന്നാ പിള്ളേരെ? എപ്പിനെഫ്രൈന്റെ ഫങ്ഷൻ എന്നാ? എപ്പിനെഫ്രൈൻ എന്ന് പറഞ്ഞ എന്നെ അഡ്രിനാലിനെ പറയുന്നത് കേട്ടോ. അഡ്രിനാലിനാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞ എന്നാ ഇത് വരുന്നത്? എന്താ ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? ഇത് ശരിക്കും നമ്മുടെ ഫൈറ്റ് റെസ്പോൺസുമായിട്ട് വരുന്നതാ. അഡ്രിനൽ ഗ്ലാൻഡ്സ് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഏതായിരിക്കും വരുന്നത്? ഇതിനകത്ത് ഏതാ വരുന്നത്? ഹാർട്ട് ബീറ്റും ബ്ലഡ് പ്രഷറും ഇൻക്രീസ് ചെയ്യുമായിരിക്കും അല്ലേ ചെയ്യുന്നത്. ഫൈറ്റ് റെസ്പോൺസിന് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു പ്ലേ വഹിക്കുന്നതാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ അനാട്ടമി ഓഫ് ഹ്യൂമൻ ഹാർട്ട്? ഹ്യൂമൻ ഹാർട്ടിന്റെ അനാട്ടമി ആയിട്ട് നോക്കുമ്പോൾ ഏത് ടൈം ആയിരിക്കും വരുന്നത്? സെറിബെല്ലം, മെഡുല, അയോട്ട ആൻഡ് സെറിബ്രം. ഏതാ? അയോട്ട ആയിരിക്കും വരുന്നത്. ബാക്കി മൂന്നും ബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലേ. വിച്ച് ഓഫ് ദീസ് ബോൺസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ഇയർ? ഹ്യൂമൻ ഇയറിന്റെ പാർട്ട് അല്ലാത്തത് ഏതാ വരുന്നത്? ഏതാ? ഫീമർ വരും. ഫീമർ നമ്മുടെ കാലിൽ വരുന്നതാണ് അല്ലേ. ഓക്കെ, മാലിയസ് ഇൻകസ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഏതാ? നമ്മുടെ ഇയറിനകത്ത് വരുന്നത്. അതിനകത്ത് ഏറ്റവും ചെറിയ ബോൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. ഇനി വേർ ഈസ് റോഡോസ്പിൻ ഓൾസോ കോൾഡ് വിഷ്വൽ പർപ്പിൾ അസോസിയേറ്റഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി? റോഡോസ്പിനും പറഞ്ഞായിരുന്നു. ഏതായിരുന്നു വരുന്നത്? റോഡ് സെൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് എവിടാണ്? ഐയിലാണ് വരുന്നത് അല്ലേ. ഐയില് ആണ് വരുന്നത്. വിഷ്വൽ എക്സാമിനേഷൻ ഓഫ് ഇയർ ഡ്രമ്മിന്റെ വിഷ്വൽ എക്സാമിനേഷൻ ഏതാ യൂസ് ചെയ്യുന്നത്? ഇയർ ഡ്രം ചെവിക്കകം കാണാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാ? ഏതാണ് ചെവിക്കകം കാണാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാ? ഓട്ടോസ്കോപ്പ്. ഓട്ടോളജി എന്ന് പറഞ്ഞ ഇയറിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് വരുന്നത്. ദെൻ ദ ഡാഷ് ഹെൽപ്സ് ഇൻ ഇക്വലൈസിങ് ദ പ്രഷർ ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഇയർ ഡ്രം. ഏതാ? പ്രഷർ ഇക്വലൈസ് ചെയ്യാനായിട്ട് ഇയർ ഡ്രമ്മിന്റെ 2 സൈഡിലായിട്ടും സെൻസറി ഓർഗനകത്ത് വരുന്നത് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇയറിനെ പറ്റിയുള്ള സ്റ്റഡി ഓട്ടോളജി വരും.
ഇയർ ഡ്രം എക്സാമിൻ ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഓട്ടോസ്കോപ്പ് വരും. എന്നാ ഇയറിന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഹിയറിങ്ങിന് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇയർ ആയിരിക്കും. മൂന്നായിട്ട് തിരിക്കാം. ഔട്ടർ ഉണ്ട്, മിഡിൽ ഇയർ ഉണ്ട്, ഇന്നർ ഇയർ ഉണ്ട്. അതിനകത്ത് ഔട്ടർ ഇയർ എന്ന് പറയുന്നത് ഏതാ? പിന്നെ നമ്മൾ ഈ പുറത്തോട്ട് കാണുന്നില്ലേ, നമ്മുടെ ചെവി കൂടാ ഗേൾസ് അല്ല കമ്മലിടുന്നത്, അതിനെയാണ് ഔട്ടർ ഇയർ, പിന്നാന്ന് പറയും. ഓറിക്കിള് അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന് പറയും. ഇനി ഈ നമ്മൾ ഇതിന്റെ അകത്തോട്ട് കിടക്കുന്ന ഒരു കനാൽ ഉണ്ട്, അതിനെയാണ് ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത്, ഇയർ കനാൽ എന്നും പറയും. ഈ ഇയർ കനാൽ കഴിഞ്ഞിട്ട് പിന്നെ വരും, പിന്നെ ഓഡിറ്ററി കനാൽ. ആ ഹോളിന്റെ അകത്തൂടെ പോകുമ്പോൾ ഓഡിറ്ററി കനാൽ വരും. അത് കഴിഞ്ഞ് വരുന്നതാണ് മിഡിൽ ഇയറിന്റെ പോർഷൻ വരും. മിഡിൽ ഇയറിനകത്ത് വരുന്നത് ഇയർ ഡ്രം ഉണ്ട്. ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംപാനിക് മെമ്പറൈൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ട്. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇയർ ഡ്രമ്മിന്റെ രണ്ട് സൈഡിലും പ്രഷറിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ളതാണ്. അവിടെ പ്രഷറിനെ ഇക്വലൈസ് ചെയ്ത് വിടുക എന്ന് പറയും. അതിനുവേണ്ടിയുള്ളതാണ് ഇത് യൂസ്റ്റേഷ്യൻ ട്യൂബ് വരുന്നത്. തന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഇയർ ഓസിക്കിൾസ് വരും. അതാണ് നമ്മുടെ മൂന്ന് ഇത് വരുന്നത്, മൂന്ന് ബോൺ വരുന്നത്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ് എന്ന് പറയും. പേരായിട്ട് വരുന്നതാണ്. അതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റേപ്സ് ആണ് വരുന്നത്. മാലിയസ് എന്ന് പറഞ്ഞ ഒരു ഹാമർ ഷേപ്ഡ് ആയിരിക്കും വരുന്നത്. ദെൻ അൻവിൽ ഷേപ്പ് ആയിരിക്കും ഇൻകസ് വരുന്നത്. ദെൻ സ്റ്റിറപ്പ് എന്ന് പറഞ്ഞ തന്നെ കുതിരലാടമില്ലേ, കുതിരയുടെ ഇത് വരുന്നത്, അതിന്റെ ഷേപ്പ് ആയിരിക്കും സ്റ്റേപ്സിന് വരുന്നത്. ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് ഇന്നർ ഇയർ വരും. ഇന്നർ ഇയർ എന്ന് പറയുന്നത് തന്നെ സെമി സർക്കുലർ കനാലും കോക്ലിയയും വരും. നിങ്ങൾ ഈ കോക്ലിയാണ് ഹിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഒച്ചിന്റെ തോടില്ലേ, ഷെല്ല്, അതിന്റെ ഒരു ഷേപ്പിലായിരിക്കും കോക്ലിയ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെവി കേൾക്കാത്തവർക്ക് ഹിയറിംഗ് എയ്ഡ് വെക്കത്തില്ലേ, ആ ഹിയർ വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കോക്ലിയ ഇംപ്ലാന്റ് ആ വരുന്നത്. കോക്ലിയാണ് വെച്ച് കൊടുക്കുന്നത്. കോക്ലിയാണ് ഹിയറിങ്ങിന് സഹായിക്കുന്നത്. ഓക്കെ. അപ്പൊ ഏതാ വരുന്നത്? ഡാഷ് ഹെൽപ്സ് ഇൻ ഇക്വലൈസിങ് ദ പ്രഷർ ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഇയർ ഡം. ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി, യൂസ്റ്റേഷ്യൻ ട്യൂബ് വരും. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് എമർജൻസി ഹോർമോൺ? ഏതിനെയാ പറയുന്നത്? ഹൈറ്റിന് സഹായിക്കും. ഏത് ഹോർമോണിനെയാണ് എമർജൻസി ഹോർമോൺ എന്ന് പറയുന്നത്? ഏതാണ്? അഡ്രിനാലിനെയാണ് പറയുന്നത് കേട്ടോ. അഡ്രിനാലിനെയാണ് പറയുന്നത്. ഓക്കെ. ദെൻ വിച്ച് ഗ്ലാൻഡ് ഈസ് കോൾഡ് സുപ്രാറീനൽ ഗ്ലാൻഡ്? സുപ്രാറീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഏതിനെയാ? റീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അഡ്രിനൽ ഗ്ലാൻഡിനെ തന്നെയാണ് പറയുന്നത്. ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ഗ്ലാൻഡ് നമ്മുടെ കിഡ്നിയുടെ ടോപ്പിലായിട്ട് വരുന്നതാണ്. കിഡ്നി നിങ്ങൾ നോക്കുവാണെങ്കിൽ എങ്ങനെ വരും? രണ്ട് പി ഷേപ്ഡ് സാധനം ഇങ്ങനെ ഇരിക്കുന്നതാണല്ലോ, ബീൻസ് ഷേപ്ഡ് സാധനം. അതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഇത് വരും, അതിനെയാണ് നമ്മൾ എന്ത് വരുന്നത്? അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നതാണ് സുപ്രാറീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി ഡയാലിസിസ് നടക്കുന്ന ഏതുമായിട്ട് വരുന്നതാ? ഡയാലിസിസ് ഏതിന്റെ കൂടെയാ വരുന്നത്? കിഡ്നി അല്ല, കിഡ്നി ഡാമേജിന്റെ കാര്യം പറഞ്ഞാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. പോളിഫാഗിയ എന്ന് വെച്ചാൽ എന്നാ വരുന്നത്? ആൻസർ ഒന്ന് ഇത് ചെയ്യാനായിട്ട് നോക്കണം. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ ആൻസർ. ഒരു മെഡിക്കൽ ടേമാ വരുന്നത്. എന്നാ പറയുന്നത്? അതായത് നമുക്ക് ഇൻക്രീസ് ഇൻ അപ്റ്റിറ്റേറ്റ് അല്ലെങ്കിൽ നോർമൽ ഹങ്കർ ആയിരിക്കത്തില്ല, നോർമൽ ഉള്ള വിശപ്പായിരിക്കത്തില്ല. ഫുഡ് കഴിച്ചാലും നമുക്ക് എന്താണ്, വിശപ്പ് മാറിയതായിട്ട് തോന്നത്തില്ല. ഇതിനെ ഹൈപ്പർഫാഗിയ എന്നും പറയാറുണ്ട്. ഓക്കെ. എക്സസ് ആയിട്ടുള്ളൊരു അപ്പറ്റൈറ്റ് ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. സ്വെറ്റിംഗ് അല്ലെങ്കിൽ പേഴ്സ്പിരേഷൻ നാച്ചുറൽ വേ ഓഫ് എന്തിന്റെയാണ് സ്വെറ്റിംഗ് എന്ന് പറയുന്നത്? ഒരെണ്ണം കൂടെ ഉണ്ട്, കാണിക്കാം. ഈ ഓപ്ഷനും കൂടെ നോക്കിക്കോ. ബോഡി ടെമ്പറേച്ചറിനെ ലോ ആക്കുന്നത്, തെർമൽ റെഗുലേഷൻ ആയിട്ട് സഹായിക്കുന്നതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, ബോഡി ടെമ്പറേച്ചറിനെ ലോ ആവാക്കാനായിട്ടുള്ളതാണ് സ്വെറ്റിംഗ് എന്ന് പറയുന്നത്. എക്സ്ക്രിയേറ്ററി ഓർഗൻ ഏതാ വരുന്നത്? ഈ തന്നിരിക്കുന്നതിൽ എക്സ്ക്രിയേറ്ററി ഓർഗൻ ഏതായിരിക്കും വരുന്നത്? ഇത് വരാം, സ്കിന്ന് വരാം അല്ലേ, വേർപ്പ് ഇതായിട്ട് കളയുന്നുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ ഫങ്ഷനിങ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാ വരുന്നത്?
നോക്കിയിട്ട് പറഞ്ഞു. നെയിം ദ ഗ്ലാൻഡ് ദാറ്റ് കൺട്രോൾസ് ദ ഫങ്ഷനിങ് ഓഫ് അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഏതാ വരുന്നത്? ബാക്കിയുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ എല്ലാം ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ഇന്നലെ രണ്ടു മൂന്ന് വട്ടം പറഞ്ഞത് ആരാ? ഏതൊക്കെ ഗ്ലാൻഡ് വരും? ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാ വരുന്നത്? ഏതാ വരുന്നത്? ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരും കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ എന്നാ പറയുന്നത്? മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ഹോർമോണിനെ സെക്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്ലാൻഡ്, ഇതിന്റെ അണ്ടർ വരുന്ന തൈറോയിഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, ഗൊണാഡ്സ്, ഇതിനെ എല്ലാത്തിന്റെയും കൺട്രോൾ ചെയ്യുന്ന ഏതായിരിക്കും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് വരുന്നത്. മാസ്റ്റർ ഗ്ലാൻഡ് ആണ് വരുന്നത്. എത്ര പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് ഉണ്ട്? തൈറോയിഡ് ഗ്ലാൻഡിന്റെ ബാക്കിലായിട്ട് വരുന്നതാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ്. എത്ര എണ്ണമാണ് വരുന്നത്? പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ്. ഗ്ലാൻഡ്സ് പറഞ്ഞായിരുന്നു. പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് ഏതാ? പാരാതോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. തൈറോയിഡിന്റെ ഗ്ലാൻഡ്സിന്റെ പിന്നിലായിട്ട് വരുന്ന 4 എണ്ണമാണ് വരുന്നത് കേട്ടോ. ഏകദേശം ഞാനൊരു ഷേപ്പ് വരച്ച് കാണിക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനല്ല, ഇങ്ങനെ. ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെ 4 എണ്ണം തൈറോയിഡ് ഗ്ലാൻഡിന്റെ ബാക്കിലായിട്ട് വരും. ഇതാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പാരാതോർമോണിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. പാരാതോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ആ കനൈൻ ടീത്ത് എത്ര എണ്ണം കാണും? ഒരു അഡൽറ്റില് കനൈൻ ടീത്ത് എത്ര എണ്ണം ആയിരിക്കും വരുന്നത്? താഴെ മേളിലും കൂടെ നോക്കുവാണെങ്കിൽ എത്ര എണ്ണം ആയിരിക്കും വരുന്നത്? ഒരു അഡൽറ്റില് നോക്കുവാണെങ്കിൽ എത്ര എണ്ണം ആയിരിക്കും വരുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞതാ ഞാൻ, 4 എണ്ണം ആയിരിക്കും അല്ലേ വരുന്നത്. അഡൽറ്റ് വരുന്നത് 4 എണ്ണം ആയിരിക്കും വരുന്നത്. വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറയുന്നത് ഏതാ? വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ പണ്ടെപ്പോഴോ ഉണ്ടായിരുന്നു, പണ്ടെപ്പോഴോ ഫങ്ഷനിലായിരുന്നു. ഇപ്പൊ എന്നാണ്? ഇപ്പൊ ഫങ്ഷനിൽ അല്ലാതിരിക്കുന്ന ഒരു ഇത് ഏതാ വരുന്നത്? ഏതാ വരുന്നത്? വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറയുന്ന അപ്പൻഡിസ് ആണല്ലേ. അപ്പം ഫങ്ഷനിങ്ങിലല്ല, അത് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. വെസ്റ്റീജിയൽ ഓർഗൻ വരുന്നത് വെർമിഫോം അപ്പൻഡിസ്, അപ്പൻഡിസ് വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആർ കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റോർഡ് ആസ് ഗ്ലൈക്കോജൻ? ഗ്ലൈക്കോജൻ ആയിട്ട് കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടാ? എവിടാ വരുന്നത്? ശരിക്കും പറഞ്ഞ എന്നാ? ശരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടാന്നറിയാവോ? ലിവറിലും അതുപോലെ തന്നെ എവിടെ ആയിരിക്കും? ലിവറിലും സ്കൾട്ടൽ മസിൽസിലും ആണേ. ഒത്തിരി ഗ്ലൂക്കോസ് ഉള്ള ടൈമില് ഇതിനെ ഇമ്മീഡിയറ്റ് എനർജി ആവശ്യമായ വേണ്ട സമയത്ത് യൂസ് ചെയ്യാനായിട്ട് ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ലിവറിലും സ്കൾട്ടൽ മസിൽസിലുമാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ലിവർ ഗ്ലൈക്കോജൻ ആണ് ശരിക്കും നമ്മുടെ ബ്ലഡിൽ വരുന്ന ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ. മസിൽ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് എനർജി ആവശ്യമായിട്ട് മസിൽ ആക്ടിവിറ്റിയുടെ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈമിലൊക്കെ ക്വിക്ക് എനർജി ആയിട്ട് നമ്മൾ കുറെ ഇന്റൻസ് ആയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ മസിൽ ഗ്ലൈക്കോജൻ ആയിരിക്കും അവിടെ എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ലോങ്ങസ്റ്റ് പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഏതാ വരുന്നത്? ലോങ്ങസ്റ്റ് പാർട്ട് ഏതാ വരുന്നത്? ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ലോങ്ങസ്റ്റ് പാർട്ട് ഏതാ വരുന്നത്? ഏതാ വരുന്നത്? ഏതാ വരുന്നത്? സ്മോൾ ഇൻഡസ്ട്രെയിൻ ആണോ വരുന്നത്? അതെ, ഇന്നലെ പറഞ്ഞതല്ലേ. ദെൻ അടുത്തത്
പൗച്ച് കണക്റ്റഡ് ടു ദ ഇന്നലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതിനകത്ത് ഞാൻ പറയുകയൊക്കെ ചെയ്തായിരുന്നു. അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇത് റിപ്പീറ്റ് അടിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ ഓൾറെഡി ക്ലാസ് കണ്ടതാണ്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. എങ്ങനെയാ ഫുഡ് പോകുന്ന വഴിയൊക്കെ പറഞ്ഞായിരുന്നു. മൗത്ത്, ദെൻ ഫാരിങ്സ്, ഈസോഫാഗസ്, വുഡ് പൈപ്പ്, അത് കഴിഞ്ഞ് സ്റ്റൊമക്ക് പോവും, അത് കഴിഞ്ഞിട്ട് സ്മോൾ ഇൻഡസ്റ്റൈൻ, ദെൻ ലാസ്റ്റ് ലാർജ് ഇൻഡസ്റ്റൈൻ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വേസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ് വരുന്നത്. ഓക്കെ, ദെൻ the pouch connected to the junction of small intestine and large intestine is called ഏതാ വരുന്നത്? Pouch connected to the junction of small intestine and large intestine ഏതാ വരുന്നത്? സീക്കം ആണ് വരുന്നത് കേട്ടോ. ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ആ ബിഗിനിങ് പാർട്ടിലായിട്ട് വരും, സീക്കമാണ് വരുന്നത്. സീക്കമാണ് വരുന്നത് കേട്ടോ. അൺഡൈജസ്റ്റഡ് ലിക്വിഡിനെ ഇല്യത്തിൽ നിന്ന്, ഇല്യം എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ലാർജ് പാർട്ടാണ് വരുന്നത്, അവിടെ നിന്ന് റിസീവ് ചെയ്യുന്ന ആരായിരിക്കും? സീക്കമായിരിക്കും റിസീവ് ചെയ്യുന്നത്. ഒരു ഫിംഗർ ലൈക്ക് പൗച്ച് ആയിരിക്കും കേട്ടോ. ഈ നമ്മുടെ സീക്കത്തിന്ന് ഇതിപ്പം പറയുവാണെങ്കിൽ സീങ്കത്തിന്ന് ഒരു ഫിംഗർ ലൈക്ക് പൗച്ച് ഇങ്ങനെ ഹാങ് ചെയ്യും. അതിനെയാണ് നമ്മൾ അപ്പൻഡിസ് എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞില്ലേ വെസ്റ്റീജിൽ ഓർഗൻ ഉണ്ടെന്ന്. അടുത്തത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഫുഡ് പൈപ്പ്? ഫുഡ് പൈപ്പ് ഏതാ വരുന്നത്? ഈസോഫാഗസ് ആണ് വരുന്നത് അല്ലേ? ഈസോഫാഗസ് ആണ് വരുന്നത്. ആൽമെൻട്രി കനാലിന്റെ പാർട്ട് അല്ലാത്തത് ഏതാ? ആൽമെൻട്രി കനാലിന്റെ പാർട്ട് അല്ലാത്തത്, ആൽമെൻട്രി കനാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് വരുന്നത്. അതിന്റെ പാർട്ടല്ലാത്ത ലിവറും പാൻക്രിയാസും ആണ് വരുന്നത്. അതിന്റെ പാർട്ടല്ലാത്ത ലിവറും പാൻക്രിയാസും വരുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് സെക്രിയേറ്റഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഏത് പാർട്ടിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രിയേറ്റ് ചെയ്യുന്നത്? ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു HCl വരും. HCl വന്നു കഴിയുമ്പോൾ ഫുഡിനായി ഇതൊക്കെ ആവും എന്ന് പറഞ്ഞായിരുന്നു. ഏതാ വരുന്നത്? സ്റ്റൊമക്ക് വരും അല്ലേ? സ്റ്റൊമക്കിലാണ് വരുന്നത്. നമ്മുടെ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡീജനറേറ്റീവ് ഡിസോർഡർ ഓഫ് ദ ബ്രെയിൻ ആൻഡ് വൺ ഓഫ് സെവറൽ കണ്ടീഷൻസ് ദാറ്റ് കോസസ് ഡെമിനീഷ്യ, എ പ്രോഗ്രസീവ് ഡിക്ലൈൻ ഓഫ് മെന്റൽ ഫംഗ്ഷൻ റിസൾട്ടിങ് ഇൻ മെമ്മറി ലോസ് ആൻഡ് കൺഫ്യൂഷൻ വരുന്ന ഏതാ വരുന്നത്? അൾഷിമേഴ്സ് ഡിസീസ് ആണ് വരുന്നത്. മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നു ബ്രെയിനെ ബാധിക്കുന്ന ഡിസീസ് പറഞ്ഞ കൂട്ടത്തില്. ഹ്യൂമൻ ബോഡി കൺട്രോൾസ് എവരി ആക്ടിവിറ്റി ദാറ്റ് ദ ഹ്യൂമൻ ബോഡി ക്യാൻ പെർഫോം. ഏതാ വരുന്നത്? ഹ്യൂമൻ ബോഡി പെർഫോം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും മെയിൻ കൺട്രോളിംഗ് സെന്റർ ആയിട്ട് ഇരിക്കുന്ന ഏത് സിസ്റ്റം ആയിരിക്കും? നെർവസ് സിസ്റ്റം ആണ് വരുന്നത് അല്ലെ? ബ്രെയിൻ വരുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം ആണ് വരുന്നത്. അടുത്തത്, വിച്ച് ഗ്ലാൻഡ് ആക്ടാസ് ബോത്ത് എൻഡോക്രൈനും എക്സോക്രൈനുമായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ഇന്നലെ ഞാൻ പറഞ്ഞതാ എൻഡോക്രൈൻ എന്നെ എക്സോക്രൈൻ എന്നാന്ന്. 2 ടൈപ്പ് ഗ്ലാൻസ് ഉണ്ട്, അതിന്റെ സെക്രീഷൻ അനുസരിച്ച് പറയുമെന്ന് പറഞ്ഞു. എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? അതിനൊരു ഡക്റ്റ് കാണും. എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊരു ഡക്റ്റ് കാണും. അങ്ങനെയുള്ളതാണ് എക്സോക്രൈൻ എന്ന് പറയുന്നത്. എൻഡോക്രൈൻ എന്ന് പറഞ്ഞാലോ? എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ ഡക്ട്ലെസ് ആയിരിക്കും വരുന്നത്. ഇതിന് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്താൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ ഹോർമോൺസ് എന്ന് പറയും. പക്ഷെ അതിന് ബ്ലഡ് സ്ട്രീമിലോട്ട് ഡയറക്റ്റ് റിലീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഏതാണ് രണ്ടുമായിട്ട് ആക്ട് ചെയ്യുന്നത്? ഏതാണ്? മേജർ ഗ്ലാൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞായിരുന്നു. ബോത്ത് എൻഡോക്രൈനും എക്സോക്രൈനും വരുന്നത് ഏതായിരിക്കാം? തൈറോയിഡ് ഗ്ലാൻഡ് വരുമോ? പരോട്ടോയിഡ് ഗ്ലാൻഡ് വരുമോ? സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ആയിട്ട് വരുന്ന ഇതിനെ ഹെട്രോക്ലൈൻ ഗ്ലാൻഡ് എന്നും പറയാറുണ്ട്. ഹോർമോണും എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ബോത്ത് എക്സോ ആൻഡ് എൻഡോക്രൈൻ എന്ന് പറയുന്നത്. ഏതാ വരുന്നത്?
പാൻക്രിയാസ് ആണ് വരുന്നത്. പാൻക്രിയാസ് ആണ് വരുന്നത്. ഓക്കെ. അടുത്തത്, വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് ഇൻസ്ട്രുമെന്റൽ ഇൻ മേക്കിംഗ് ഇറ്റ് പോസിബിൾ ഫോർ എ പേഴ്സൺ ടു പെർഫോം ആക്ടിവിറ്റീസ് സച്ച് ആസ് പിക്കിംഗ് അപ്പ് എ പെൻസിൽ ഫ്രം ദ ഫ്ലോർ? ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം പെർഫോം ചെയ്യാനായിട്ട് ബ്രെയിനിനെ സഹായിക്കുന്നത് ഏത് പാർട്ടാണ്? ഏതാ? ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇത് വോളണ്ടറി ആക്ഷൻ ആണോ ഇൻവോളണ്ടറി ആക്ഷൻ ആണോ? വോളണ്ടറി ആക്ഷൻ ആണോ ഇൻവോളണ്ടറി ആണോ? കൺട്രോൾ ചെയ്യുന്ന മെയിൻ ആയിട്ട് ഏതാ? വോളണ്ടറി മൂവ്മെന്റ് ആണ്. കൺട്രോൾ ചെയ്യുന്ന ഏതായിരിക്കും? സെറിബ്രം ഉണ്ട്. സെറിബ്രം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഏത് വരും? സെറിബെല്ലാം കൂടെ ചെറുതായിട്ട് വരും കേട്ടോ. സെറിബെല്ലാം കൂടെ ചെറുതായിട്ട് വരും. മെയിൻ ആയിട്ടും വരുന്ന ഏതാ? സെറിബ്രം ആണേ വരുന്നത്. മൂവ് ചെയ്യാനായിട്ടുള്ള ആ കമാൻഡ് കൊടുക്കുന്നത് ആരാണ്? സെറിബ്രം ആണ് കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള അവിടെ എന്നെ ആക്ഷൻ എല്ലാം ബാലൻസ് ചെയ്യുന്ന ആരാ? ബാലൻസ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാം ആരായിരിക്കും? സെറിബെല്ലം ആയിരിക്കും വരുന്നത്. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള കമാൻഡ് കൊടുക്കുന്ന ആരായിരിക്കും? കമാൻഡ് കൊടുക്കുന്ന ആരാ? കമാൻഡിങ് സെന്റർ ആണ് കമാൻഡ് കൊടുക്കുന്നത്. ആരാ കൊടുക്കുന്നത്? ഓക്കെ. അടുത്തത്, ലാർജസ്റ്റ് ബോൺ ഏതാ വരുന്നത്? ലാർജസ്റ്റ് ബോൺ ഏതാ വരുന്നത്? ഫീമർ ആയിരിക്കും വരുന്നത്. ലാർജസ്റ്റ് ബോൺ ഫീമർ ആണ് വരുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ഇതിനകത്ത് വരുന്ന ഏതാണ് വരുന്നത്? ഏതാ ഡിസീസ് ഏതാ വരുന്നത്? തൈറോയിഡിന്റെ ഇത് ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ് ഹൈപ്പോതൈറോയിഡിസം. ഫിക്സ്ഡ് എമ്മയും ക്രിട്ടിസിസം ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഏതാ വരുന്നത്? ഡയബറ്റീസ് ഏതിന്റെ? ഇൻസുലിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് ഇല്ലേ? ഓക്കെ. അടുത്തത്, സെർവിക്കൽ റീജിയനിൽ എത്ര ബോൺ വരും പിള്ളാരെ? സെർവിക്കൽ റീജിയനിൽ എത്ര ബോൺ വരും? സെർവിക്കൽ റീജിയനിൽ എത്ര ബോൺ ഉണ്ട്? എത്ര ബോൺസാ വരുന്നത്? ഇതിന്റെ ആൻസർ ആണോ പറയുന്നത്? ഇതിന്റെ ആൻസർ ആണോ വരുന്നത്? നമ്മുടെ ആ നെക്കിന്റെ അവിടെ വരുന്നത് എത്ര എണ്ണം? 7 ബോൺസ് വരും കേട്ടോ. സെർവിക്കൽ വരുന്നത് 7 എണ്ണമാണ് വരുന്നത്. അതായത് നമ്മൾ C1 to C7 എന്ന് വരെ പറയും. ഓക്കെ. ഒരു ചൈൽഡിൽ എത്ര ബോൺ കാണും? ചൈൽഡിൽ എത്ര ബോൺ കാണും? ചൈൽഡിലായിരിക്കോ നമുക്കായിരിക്കോ ബോൺ കൂടുതൽ വരുന്നത്? ചൈൽഡിലായിരിക്കോ നമുക്കായിരിക്കോ ബോൺ വരുന്നത് കൂടുതൽ വരുന്നത്? ചൈൽഡിൽ 300 ആയിരിക്കും. നമുക്കാണെങ്കിൽ എത്ര ആയിരിക്കും വരുന്നത്? നമുക്കാണെങ്കിൽ എത്ര ആയിരിക്കും വരുന്നത്? നമുക്കാണെങ്കിൽ എത്ര വരുന്നത്? നമ്മുടെ ഹ്യൂമൻ ബോഡി വരുന്നത്, അഡൽട്ടിൽ വരുന്നത് 206 ബോൺസ് ആണ് വരുന്നത്. ദെൻ ട്രൂ റിപ്സ് എന്ന് പറഞ്ഞ എന്നാ വരുന്നത്? ട്രൂ റിപ്സ് എന്ന് പറഞ്ഞ എന്നാ വരുന്നത്? ഫസ്റ്റ് 7 പെയർ ഓഫ് റിബ്സിനെയാണ് നമ്മൾ ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. സ്റ്റേണുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് കേട്ടോ. മറ്റേ ഫോൾസ് റിബ്സ് ഉണ്ട്. ഫോൾസ് റിബ്സ് എങ്ങനെ ആയിരിക്കും? ഇൻഡയറക്ട്ലി ആയിരിക്കും സ്റ്റേണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ചെസ്റ്റ് ബോണുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ആയിരിക്കും. എന്നിട്ട് വൈറ്റൽ ഓർഗൻസിലെല്ലാം തന്നെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ട്രൂ റിബ്സ് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് 7 പെയേഴ്സ് ഓഫ് റിബ്സിനെയാണ് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെയിറ്റ് എടുത്തിടണമുണ്ട്.
ഓക്കെ, വിച്ച് ടിഷ്യൂ ആക്ട് ആസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രൊട്ടക്ഷൻ ഫോർ ദ ബോഡി ഫ്രം എനി ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ച്? ഏതായിരിക്കും? വിച്ച് ടിഷ്യൂ ആക്ട് ആസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രൊട്ടക്ഷൻ ഫോർ ദ ബോഡി ഫ്രം എനി ഫിസിക്കൽ ഓർ കെമിക്കൽ ഡാമേജ്? ഏതായിരിക്കും? ഏത് ടിഷ്യൂ ആയിരിക്കും ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഇതിനായിട്ട് സഹായിക്കുന്ന? ഏതായിരിക്കും? ഏത് ടിഷ്യൂ ആയിരിക്കും വരുന്നത്? ഉം. ഏതാ വരുന്നത്? ഏത് ടിഷ്യൂ ആണ് സഹായിക്കുന്നത്? ഫിസിക്കൽ അല്ലെങ്കിൽ ടിഷ്യൂസ്? ടിഷ്യൂസ് എന്ത് ചേർന്നിട്ടുണ്ടാകുന്നതാ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഡാമേജിൽ നിന്ന് ഉണ്ടാകുന്നത് ഏത് ടിഷ്യൂ ആണ്? ആൻസർ പറഞ്ഞേ. ആൻസർ പറയാതിരിക്കില്ലേ, ആൻസർ പറ. ടിഷ്യൂസ് ഏത് വഴി ഫോം ചെയ്യുന്നതാ? എപ്പിത്തീലിയൽ ആയിരിക്കും കേട്ടോ. എപ്പിത്തീലിയൽ എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നതാ? ഇന്റേണൽ ഓർഗന് ലൈനായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഇന്റേണൽ ഓർഗൻ ഒരു ലൈനായിട്ട് ആക്ട് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഏതായിരിക്കും? എപ്പിത്തീലിയൽ ടിഷ്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ നമ്മൾ പറയുന്നത്? അഡിപ്പോസ് ഉണ്ട്, എപ്പിത്തീലിയൽ പറഞ്ഞിട്ടുണ്ട്, മസ്കുലർ ഉണ്ട്, ഏരിയോളർ ഉണ്ട്. അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഫാറ്റ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏതായിരിക്കും? അഡിപ്പോസ് ടിഷ്യൂവിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ എപ്പിത്തീലിയൽ. എപ്പിത്തീലിയൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഔട്ടർ സർഫസ് എല്ലാം തന്നെ കവർ ചെയ്ത് വരുന്ന ഏതാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രൊട്ടക്ഷൻ, ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഡാമേജ് ഉണ്ടാകാതെ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആരായിരിക്കും? എപ്പിത്തീലിയൽ ടിഷ്യൂ ആയിരിക്കും കൊടുക്കുന്നത്. കാരണം എന്നാ നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയർ വരുന്ന ഏതാണ്? എപ്പിഡെർമിസ് വരും. അത് ഈ ടിഷ്യൂവിനൊരു എക്സാമ്പിൾ ആണ് വരുന്നത്. ഓക്കെ, മസ്കുലർ ടിഷ്യൂ ഉണ്ട്. മസ്കുലർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്നാ? ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ്. ബോഡിയിലെ മസിൽസിനെ കണക്ട് ചെയ്യാനായിട്ട്